അരുൺ പറഞ്ഞ കാര്യങ്ങളിലെ ഫാക്ച്വലായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അതൊന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ. ഒന്ന്, 210 അനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് 212 അനുസരിച്ചുള്ള എൻക്വയറി ഇല്ല എന്ന ചോദ്യത്തിന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ അതിൻ്റെ അടുത്ത പോസ്റ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ ജനുവരി 31, 2024 ഈ SFI എൻക്വയറി ഓർഡർ ചെയ്യായിരുന്നു. അതിനുശേഷം ഈ SFIയുടെ അന്വേഷണത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ചാർജ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KSIDC കേരള ഹൈക്കോടതിയിലും അതിനുശേഷം വീണയുടെ കമ്പനി എക്സാലോജിക്ക് ബാംഗ്ലൂർ ഹൈക്കോടതിയിലും അതിനുശേഷമാണ് ഡൽഹിയിലെ CMR സെയിം ഫാക്ട്സ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് ഈ അന്വേഷണം നിയമവിരുദ്ധമാണ്, അതുമാത്രമല്ല ഇത് ഈ രഹസ്യമായുള്ളൊരു ഡോക്യുമെൻ്റ്, പ്രത്യേകിച്ച് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ രഹസ്യ സ്വഭാവമുള്ളൊരു ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു കേസ് അന്വേഷണം പാടില്ല എന്ന സെയിം ഫാക്ട്സാണ് ഈ 3 കോടതിയിലും ഇവർ ഉപയോഗിച്ചത്. ആ 3 ഹൈക്കോടതി ഇത് തള്ളി. മൂന്നാമത് ഞാൻ ഏറ്റവും അവസാനത്തെ ദിവസം ഡിസംബർ 23 ഞാൻ ആ ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരായിരുന്നൊരു മനുഷ്യനാണ്. അവിടെ വളരെ ഓപ്പണായിട്ട് തന്നെ കോടതി ചോദിക്കുകയുണ്ടായി, ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അഭിഭാഷകരാണ് അന്ന് അവിടെ പങ്കെടുത്തത്, അന്ന് കോടതിയിലുണ്ടായിരുന്നു. ഈ 3 ഹൈക്കോടതി തള്ളി സാധനം എടുത്തുകൊണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പച്ച മലയാളത്തിൽ ജഡ്ജി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഈ കേസ് ജഡ്ജ്മെൻറ്റിനായിട്ട് റിസർവ് ചെയ്തു. ആ റിസർവ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ ബെഞ്ചിലേക്ക്, ആ ജഡ്ജിൻ്റെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പ്രമോഷനായി. അതിനുശേഷമാണ് അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. ഇനി ഇതിന് ശേഷം കഴിഞ്ഞ ദിവസം വന്നതിന് മുമ്പ്, കഴിഞ്ഞ ദിവസം ഒരു അർജൻറ്റ് പെറ്റീഷനിലാണ് മിനിങ്ങാന്ന് വാദം വന്നത്. പക്ഷേ അതിന് മുമ്പ് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം ഈ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ CMRൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞ് ഇത്തരത്തിൽ ഒരു സ്റ്റേ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് സ്റ്റേ വേണം, സ്റ്റേ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് മെയ് മാസത്തിലേക്ക് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അർജൻറ്റ് പെറ്റീഷൻ വന്നപ്പോഴാണ് മിനിങ്ങാന്ന് പറഞ്ഞ് മിനിങ്ങാന്നും സ്റ്റേ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നെ ഇവിടെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും എപ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിരിക്കുന്നൊരു വിഷയം, കൈക്കൂലി വാങ്ങിച്ചാൽ എന്നാ ടാക്സ് അടച്ചില്ലേ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ മേടിച്ച പണത്തിന് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയും തന്നെ അത് കൈക്കൂലിയായി. അത് പോട്ടെ, ഈ 1.72 നിങ്ങൾ പറയുന്ന പോലെ തന്നെ അത് സേവനം ലഭിച്ചതിന് കിട്ടിയതാണെങ്കിൽ അതിനുശേഷം ഈ കമ്പനിയുടെ തന്നെ ഉടമസ്ഥയിലുള്ള എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്നും 90 ലക്ഷത്തോളം രൂപ വാങ്ങിച്ചു. കടം വാങ്ങിയതാണ്. അരുൺ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, കടം വാങ്ങിയതാണ്. സാധാരണയൊക്കെ നമ്മൾ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാനല്ലേ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ആ പണം തിരികെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എന്ത് പണമാണ്? അതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കേസിനെ സംബന്ധിച്ച് ആ കേസിന് സ്റ്റേ കിട്ടിയിട്ടില്ല, അന്വേഷണത്തിന് തടസ്സമില്ല. അങ്ങനെയാണെങ്കിൽ അന്വേഷണത്തിന് തടസ്സം പറയണ്ടേ, അല്ലെങ്കിൽ ഇവരോട് ചാർജ് കൊടുക്കാൻ പാടില്ലെന്ന് പറയണ്ടേ. ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഏത് ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പറയുന്ന പോലെ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഇത് ഏത് ഘട്ടത്തിലാണ് ഇതിനകത്ത് അനാവശ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്?